നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൈഥിലി ശരൺ ഗുപ്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഓരോരോ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ബുക്കും പേനയും എടുത്തിരുന്നോളുക. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിടുന്നുള്ളൂ, ബാക്കി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ ടോപ്പിക്കുകളായിട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മൈഥിലി ശരൺ ഗുപ്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് 1886 ഝാൻസിയിലുള്ള ചെറുഗാവിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മൗലിക രചനകളും എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ ബംഗ്ലാ ഭാഷയിൽ നിന്ന് അനുദിതമായിട്ടുള്ള രചനകളും എഴുതിയിട്ടുണ്ട്. പിന്നെ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രകവി എന്നുള്ള ഉപാധി നൽകുന്നത്. അത് 1936 പിന്നെ അദ്ദേഹം 2 പ്രാവശ്യം രാജ്യസഭാ സദസ്യയായിരുന്നു. അതേപോലെ 3 അഗസ്റ്റിന് കവി ദിവസ് ആചരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നിധൻ നടക്കുന്നത് 1964. ഇദ്ദേഹത്തിൻ്റെ സാഹിത്യക് നാം ദദ്ദ എന്നാണ്. നിങ്ങൾ കേട്ട് കാണും അല്ലേ, ഉപനാം ദദ്ദ എന്ന്. പിന്നെ ഡോക്ടർ ഗണപതിചന്ദ്ര ഗുപ്ത് മൈഥിലി ശരൺ ഗുപ്തിനെ ആധുനിക യുഗ തുളസി എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ആരംഭിക രചനകളെല്ലാം വൈശ്വിക് പരക് പത്രികയിൽ പബ്ലിഷായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം വ്രജ് ഭാഷയിൽ തുടക്കത്തിൽ രസികേന്ദ്ര എന്നുള്ള പേരിൽ രചനകൾ എഴുതുമായിരുന്നു. പിന്നെ ഇദ്ദേഹം ആ സമയത്ത് ഈ രസികേന്ദ്ര എന്നുള്ള പേരിൽ സരസ്വതിയിൽ അയച്ചിട്ടുണ്ട് രചനകൾ. പക്ഷെ അത് തിരിച്ച് ലൗട്ടാതി അങ്ങനത്തെയൊക്കെ തിരിച്ച് മടക്കി അയക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഘടീബോലിയിൽ എഴുതിയ പ്രഥമ കവിത എന്ന് പറയുന്നത് ഹേമന്താണ്. ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു പേരായിരിക്കില്ല, ഭാരത് ഭാരതി അത്യാവശ്യം ഫേമസ് ആയ രചനയാണ്. അത് രാഷ്ട്രീയ ഭാവനാസെ ഓതപ്രോത രചനയാണ് ഭാരത് ഭാരതി എന്ന് പറയുന്നത്. അത് 1912 അദ്ദേഹം എഴുതുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ രചനയുടെ കാരണമാണ് അദ്ദേഹത്തിന് രാഷ്ട്രകവി എന്നുള്ള ഉപാധി ലഭിക്കുന്നത്. പിന്നെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഈ ഭാരത് ഭാരതി എന്ന് പറയുന്ന ഈ രചനയിൽ ഉറുദു കവിയായിട്ടുള്ള അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ രചനയായ മുസദ്ദസെ ഹാലിയുടെ പ്രഭാവം ഉണ്ട് എന്ന് പറയാറുണ്ട്. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ പ്രഥമ കാവ്യസംഗ്രഹമായിട്ട് പറയുന്നത് 1909 പ്രകാശിതമായ ഖണ്ഡകാവ്യമായ രംഗ് മേ ഭംഗാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ രംഗ് മേ ഭംഗ് എന്ന് പറയുന്ന രചനേനെ മൈഥിലി ശരൺ ഗുപ്ത് കാ രാജ്പൂത്തി ആൻബാൻ ഷാൻ കാ കാവ്യ എന്ന് പറയാറുണ്ട്. ഒന്നുകൂടെ പറയാം. ഈ രംഗ് മേ ഭംഗ് എന്ന് പറയുന്ന കാവ്യകൃതിയെ മൈഥിലി ശരൺ ഗുപ്ത് കാ രാജ്പൂത്തി ആൻബാൻ ഷാൻ കാ കാവ്യ എന്ന് പറയാറുണ്ട്. ഇനി ഇദ്ദേഹം ഭാരത് ഭാരതിയുടെ കാര്യം പറയാൻ നമ്മൾ, അപ്പോൾ ഭാരത് ഭാരതിക്ക് എഴുതിയ ശേഷം അദ്ദേഹത്തിന് ജയിലിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് രാംചന്ദ്ര ശുക്ല പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാമഞ്ജസ്യവാദി കവി എന്നാണ് വിളിച്ചത് മൈഥിലി ശരൺ ഗുപ്തിനെ. അതേപോലെ മൈഥിലി ശരൺ ഗുപ്ത് അറിയപ്പെടുന്ന വേറെ പേരുകൾ എന്താണെന്ന് വെച്ചാൽ ഹരിഗീതിക ഛന്ദ് കാ ബാദ്ഷാ എന്ന് പറഞ്ഞാലും അദ്ദേഹം തന്നെയാണ്, മൈഥിലി ശരൺ ഗുപ്താണ്. അതേപോലെ ഹിന്ദി സാഹിത്യക്ക് സാംസ്കൃതിക് നവജാഗരൺ കെ
പ്രതിനിധി കവി എന്ന് പറഞ്ഞാലും മൈഥിലി ശരൺ ഗുപ്താണ്. ഇനി രാംചരിതമാനസ് കെ ബാദ് ഹിന്ദിയിൽ രാംകഥയിൽ ആധാരിതമായിട്ടുള്ള രണ്ടാമത്തെ മഹാകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സാകേതാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ മഹാകാവ്യമാണ് സാകേത്. സാകേത് 1931 അതിൻ്റെ പ്രകാശിത വർഷം. ഇതിൽ 12 സർഗമുണ്ട്. ഇതിൽ ഊർമിളയുടെ വർണ്ണനാണ്. അതിൽ 9ാമത്തെ സർഗമാണ് ബഡാ സർഗം എന്ന് പറയുന്നത്. അതിൽ ഊർമിളയുടെ വിയോഗമാണ് വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ സാകേത് രചനയ്ക്കായിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം എടുത്തെന്നാണ് പറയുന്നത്. പിന്നെ സാകേതിനെ ഡോക്ടർ നഗേന്ദ്ര പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഡോക്ടർ നഗേന്ദ്ര സാകേതിനെ ജനവാദി കാവ്യ എന്നാണ് വിളിച്ചത്. പിന്നെ മൈഥിലി ശരൺ ഗുപ്ത് കാൾ മാർക്സിൻ്റെ മകളായ ജെയിനിയുടെ പേരിൽ ജേനി എന്നുള്ള പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇനി വിഷ്ണുപ്രിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ ചൈതന്യ മഹാപ്രഭു കി പത്നി വിഷ്ണുപ്രിയയും അതേപോലെ മാതാ ഷജി ക ത്യാഗിൻ്റെ വർണ്ണനാണ് ഉള്ളത്. അതിൻ്റെ വർഷം 1957. അദ്ദേഹത്തിൻ്റെ പഞ്ചവടി എന്ന് പറയുന്ന കാവ്യത്തിലാണ് ലക്ഷ്മണൻ്റെ ക്യാരക്ടർ വർണ്ണിക്കുന്നത്. പിന്നെ മഹാഭാരത പ്രസംഗപ്പർ ആധാരിത കാവ്യമാണ് അദ്ദേഹത്തിൻ്റെ ശകുന്തള എന്ന് പറയുന്ന രചനയും. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ അർജൻ ഓർ വിസർജൻ എന്ന് പറയുന്ന രചനയിൽ മുസ്ലിം സംസ്കൃതിക്ക് ഝാങ്കി കാണാനായിട്ട് കഴിയും. ഇനി ഭാരതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പങ്ക്തി അധികാർ ഖോക്കർ ബൈഠെ രഹന യഹി മഹാദുഷ്കർമ്മ ഹെ എന്ന് കാണാറുണ്ട്. പിന്നെ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഗീതിനാട്യമാണ് അനധ്. പിന്നെ ഈ സാകേതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി. സാകേത് എന്ന് പറയുന്ന വേർഡ് പാലി ഭാഷ ശബ്ദമാണ്. സാകേതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അയോധ്യ എന്നാണ് അർത്ഥം. പിന്നെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രചനകളുടെ വർഷത്തിൻ്റെ ആ ഓർഡർ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാവ്യം രംഗ് മേ ഭംഗ്, അത് 1909. പിന്നെ ജയേന്ദ്രവധ് 1910, ഭാരത് ഭാരതി 1912, പഞ്ചവടി 1925, സാകേത് 1931, യശോധര 1932, ദ്വാപർ 1936. ഇതിൽ യശോധര ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഗൗതം ബുദ്ധൻ്റെ പത്നിയായ യശോധരയുടെ വർണ്ണനാണത്. അതായത് ഗൗതം ബുദ്ധൻ്റെ ഗൃഹത്യാഗിക്ക് ബാദ് ആ സന്ദർഭമൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതുപോലെ വേറെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.